ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഷെഡ്യൂൾ 3 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റാണ് എല്ലാ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസും ഫോളോ ചെയ്യേണ്ടത്. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഈ ഒരു പേര് കൂടി വന്നത്. ഒരു ബാലൻസ് ഷീറ്റിൽ കൂടി ആ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന അസറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി അവർക്ക് ആ ഒരു എന്തെല്ലാം ലയബിലിറ്റീസ് ആണോ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ളത് അതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ബാലൻസ് ഷീറ്റ് വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 1/1 എന്നുള്ള രീതിയിൽ ഓരോ ഐറ്റംസും നമ്മൾ എഴുതുന്നു, അതിന് താഴെ എഴുതി പോവുക. ആ ഒരു രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോർമാറ്റിലേക്ക് വരാം. ആദ്യമേ തന്നെ ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെ കോളംസ് വേണം എന്നുള്ളത് നോക്കാം. ആദ്യമേ ഒരു പർട്ടിക്കുലേഴ്സ് കോളം വേണം. അതിലാണ് നമ്മൾ ഈ അസറ്റ്സും ലയബിലിറ്റി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത കോളം എന്ന് പറയുന്നത് നോട്ട് നമ്പർ ആണ്. അതായത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എഴുതുന്നു, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ എത്രാമത്തെ ഐറ്റമായിട്ടാണ് അത് എടുത്തിട്ടുള്ളത്, ആ നോട്ട് നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത്, അടുത്ത 2 കോളങ്ങളും എമൗണ്ട് കോളമാണ്. ഒന്ന് കറണ്ട് ഇയറിലെ എമൗണ്ട് കോളവും പിന്നെ ഒന്ന് പ്രീവിയസ് ഇയറിലെ എൻഡ് ഓഫ് ദ ഡേ ആകുമ്പോൾ ആ ഒരു സമയത്തെ എമൗണ്ടുമാണ് നമ്മളവിടെ സെക്കൻഡ് കോളത്തിൽ കാണിക്കേണ്ടത്. ഷീറ്റിൽ നമ്മൾ ആദ്യമേ തന്നെ അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അസറ്റ്സ് 2 ടൈപ്സ് ഉണ്ട്, 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സും. അപ്പോൾ ആദ്യമേ നോൺ കറണ്ട് അസറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ മോർ ദാൻ 1 ഇയർ. ഒരു കമ്പനി 1 വർഷത്തിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന അസറ്റ്സിനെയാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ലോങ് ടൈം അസറ്റ്, ഫിക്സഡ് അസറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിക്സഡ് നേച്ചറിൽ വരുന്ന 12 മാസത്തിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നമ്മൾ നോൺ കറണ്ട് അസറ്റിൻ്റെ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലായിരിക്കണം കാണിക്കേണ്ടത്. ഇനി കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോഴോ 1 ഇയർ മാത്രം ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സ് എന്തൊക്കെയുണ്ടോ അതിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നേച്ചറിൽ വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇനി എന്തെല്ലാം നോൺ കറണ്ട് അസറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഈ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് എന്തെങ്കിലും ഫർണിച്ചർ ഉണ്ടായിരിക്കാം, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായിരിക്കാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടായിരിക്കാം, ഫർണിച്ചർ, ഫിക്സ്ചേഴ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, ബെയറർ പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മളത് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് മാത്രമായിരിക്കും നമ്മളവിടെ എഴുതുക. ഇനി അതിനുള്ളിൽ എന്തെല്ലാം ഐറ്റംസ് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് ടാൻജിബിൾ അസറ്റ്സ് എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മേലോ അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ടാൻജിബിൾ അസറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ അത് റെഡി ടു യൂസ്, നമുക്കത് യൂസ് ചെയ്യാനുള്ള ഒരു ഫിനിഷ്ഡ് സ്റ്റേജിലേക്ക് അത് ആയിട്ടുമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെയുള്ള അസറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അടുത്ത ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ലാൻഡിലോ ബിൽഡിങ്ങിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നാണ് അതിനെ കാണിക്കേണ്ടത്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് നമുക്കറിയാം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഗുഡ് വില്ലിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഗുഡ് വില്ലാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അതായത് ഗുഡ് വില്ലിന് പുറമേ ചിലപ്പോൾ പേറ്റൻറ്റ്, ലൈസൻസ്, ഫ്രാഞ്ചൈസി, കോപ്പിറൈറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാമാണ് നമ്മൾ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ കാണിക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ അവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ ആ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഫിനിഷ്ഡ് സ്റ്റേജിലായിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇനി അടുത്ത ഐറ്റം ബയോളജിക്കൽ അസറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ലിവിങ് ആയിട്ടുള്ള ആനിമലോ പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ബയോളജിക്കൽ അസറ്റ്സ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിക്ക് ഷീപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ടിമ്പർ പ്ലാന്റേഷനിൽ കുറേ ട്രീസ്, ഡയറി കാറ്റിൽ, ഷുഗർ കെൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാന്റുകളോ ലിവിങ് ആയിട്ടുള്ള ആനിമൽസോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബയോളജിക്കൽ അസറ്റ്സ് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക.
ഇനി അടുത്ത ഐറ്റമാണ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് എന്തെങ്കിലും ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റോ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റിനോ മേലെ ഓണർഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ അസറ്റ്സിനെ പിന്നെയും നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ്, നോൺ കറൻറ്റ് ലോൺസ്, അതർ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്. കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കമ്പനിക്ക് വേറെ ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ സെക്യൂരിറ്റീസിന്മേലോ അല്ലെങ്കിൽ റിസോഴ്സസിന്മേലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, പ്രിഫറൻസ് ഷെയർസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, ട്രസ്റ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, ഡിബഞ്ചേഴ്സ് ബോൺസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ആവാം. അടുത്തതെന്ന് പറയുന്നത് നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് ആണ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പം ഡെപ്റ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ടോട്ടലിനെയാണ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 12 മന്ത്സിന് ശേഷം റിയലൈസ് ചെയ്യുന്ന, അതായത് ലോങ് ടൈം നേച്ചറിലുള്ള ട്രേഡ് റിസീവബിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇനി ഇവിടെ ഇതിന്മേൽ എന്തെങ്കിലും നമ്മൾക്ക് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സോ അങ്ങനെയുള്ള അലവൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നോൺ കറൻറ്റ് ലോൺസ് ആണ്. ഇപ്പോൾ എൻ്റർപ്രൈസ് വേറെ ഒരു എൻ്റർപ്രൈസിനോ വേറൊരു കമ്പനിക്കോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണൊക്കെ വേണ്ടി എന്തെങ്കിലും ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അസറ്റ്സിൻ്റെ നേച്ചറുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ, അതായത് ഇപ്പോൾ 1 ഇയറിന് ശേഷമാണ് നമുക്കത് റീപേയ്മെൻറ്റ് കിട്ടുള്ളൂ, അത് റീപെയ്ഡ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ കറൻറ്റ് ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നോൺ കറൻറ്റ് ലോൺസിനെയും നമ്മളിവിടെ ഈ ഒരു ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് അതേഴ്സ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലും ട്രേഡ് റിസീവബിൾസ് ലോൺസിലും ഒന്നും പെടാത്ത എന്നാൽ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ നേച്ചറിലുള്ള ഏതെങ്കിലും ഒരു അസറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡിഫേർഡ് ടാക്സ് അസറ്റ്സ് ആണ്. ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുമ്പം ഫ്യൂച്ചർ ടാക്സ് ബെനിഫിറ്റ്സിനെയാണ് ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു അസറ്റ് നമുക്ക് ടാക്സ് അസറ്റ് എന്നുള്ളത് നമുക്ക് അറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ ഹയർ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവർ ശരിക്കും അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആ ഒരു കറണ്ട് പീരീഡിൽ അടച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ആവുന്ന സമയത്ത് എന്തായിരിക്കും, ഫ്യൂച്ചർ അക്കൗണ്ടിങ് പീരീഡിൽ അവരുടെ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് റിഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചർ ടാക്സ് ബെനിഫിറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന അസറ്റ്സിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അടുത്തതായിട്ട് അതർ നോൺ കറൻറ്റ് അസറ്റ്സ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ കുറേ ഹെഡ് പറഞ്ഞു നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ, അതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ നോൺ കറൻറ്റ് അസറ്റിൻ്റെ നേച്ചറിലുള്ള ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അതർ നോൺ കറൻറ്റ് അസറ്റിൽ കാണിക്കേണ്ടത്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ അഡ്വാൻസസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതർ നോൺ കറൻറ്റ് അസറ്റിൻ്റെ അണ്ടറിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. കറണ്ട് അസറ്റ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കറണ്ട് അസറ്റ്സ് എന്തൊക്കെയുണ്ടോ അതാണ് നമ്മളിനി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻവെൻട്രീസ് ആണ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സ്റ്റോക്കിനെയാണ് ഇൻവെൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് പ്രൊഡക്ഷൻ പ്രോസസ്സിന് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പ്രൊഡക്ഷൻ സൈക്കിളിന് കറൻ്റ്ലി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്തൊക്കെ ഗുഡ്സ് ആണോ അവർ ഹോൾഡ് ചെയ്യുന്നത് അതിനെയാണ് ഇൻവെൻട്രീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രീസിൽ റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരിക്കാം, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരിക്കാം, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തെല്ലാമാണോ അതാണ് നമ്മൾ ഇൻവെൻട്രീസിൽ കാണിക്കുക. അടുത്ത ഐറ്റം കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഓക്കെ, ഷോർട്ട് ടൈം നേച്ചറിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാഷോ അല്ലെങ്കിൽ വേറൊരു എൻറ്റിറ്റിന്മേൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇയറിനുള്ളിൽ ക്യാഷായിട്ട് റിയലൈസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇവിടെയും ഈ ഫിനാൻഷ്യൽ അസറ്റ്സിനെ പിന്നെയും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ബാങ്ക് ബാലൻസസ് അതർ ദാൻ ദി അബവ്, ലോൺസ്, അതേഴ്സ്. ആദ്യമേ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റിലോ പ്രിഫറൻസ് ഷെയർസിലോ ഗവൺമെൻറ്റോ ബോണ്ടിലോ ഡിബഞ്ചേഴ്സിലോ ഒക്കെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1 ഇയറിനുള്ളിൽ തന്നെ 12 മന്ത്സിനുള്ളിൽ തന്നെ നമുക്കത് സെയിൽ ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെയാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് കറണ്ട് ട്രേഡ് റിസീവബിൾസ് ആണ്. അതായത് 12 മന്ത്സിനുള്ളിൽ തന്നെ ക്യാഷായിട്ട് റിയലൈസ് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഡെപ്റ്റേഴ്സിനെയും ബിൽസ് റിസീവബിൾസിൻ്റെ ടോട്ടലിനെയാണ് കറണ്ട് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്.
ഇനി അടുത്തതായിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. അതായത് നമ്മുടെ ക്യാഷ് ഓൺ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ ബാങ്കിലുള്ള ബാലൻസസ്, ചെക്ക്, നമ്മുടെ കൈവശമുള്ള ചെക്ക്, ഡ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് കറണ്ട് നേച്ചറിലുള്ള, അതായത് വിത്തിൻ 12 മന്ത്സിനുള്ളിൽ ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലോൺസ്, അസറ്റ് നേച്ചറിലുള്ള ലോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് കറണ്ട് ലോൺസ് എന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഐറ്റം കറണ്ട് ടാക്സ് അസറ്റ്സ് ആണ്. അതായത് എല്ലാ കമ്പനീസും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തണം. അതായത് അവരുടെ ടാക്സബിൾ ഇൻകം എത്രയാണോ ആ ഇൻകത്തിന്മേൽ അഡ്വാൻസ് ആയിട്ട് അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോൾ ചിലപ്പോൾ എക്സസ് ആയിട്ടുള്ള ടാക്സ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻകത്തിൽ ചില വേരിയേഷൻസ് വരാം. അപ്പോൾ നമ്മുടെ ടാക്സിൻ്റെ റേറ്റിലും ഡിഫറൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ അസറ്റാണ് നമ്മളിവിടെ കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും സമയം പറഞ്ഞിട്ടുള്ള അസറ്റ്സ് ഒന്നും അല്ലാതെ കറണ്ട് നേച്ചറിലുള്ള വേറെ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ അതർ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം എല്ലാ അസറ്റ്സിൻ്റെ ടോട്ടലും കൂടി എമൗണ്ട് എല്ലാം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ലയബിലിറ്റീസ് എല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വെർട്ടിക്കൽ ഫോർമാറ്റ് ആണ്. സോ ടോട്ടൽ അസറ്റ്സിൻ്റെ താഴെ തന്നെ ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റീന് ഹെഡിങ് കൊടുക്കുക. പിന്നെ ആദ്യമേ ഈക്വിറ്റിയാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഈക്വിറ്റി എന്ന് വെച്ചാൽ ക്ലെയിം ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓവർ ദി അസറ്റ്സ് ഓൺഡ് ബൈ ദ കമ്പനി. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓൺ ചെയ്യുന്ന അസറ്റ്സ് എന്തൊക്കെയാണോ ആ അസറ്റ്സിന്മേൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള ക്ലെയിമിനെയാണ് ഈക്വിറ്റി എന്ന് പറയുന്നത്. ഇനി ഈക്വിറ്റിയെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, അതർ ഈക്വിറ്റി ഉണ്ട്. ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഈക്വിറ്റി ഷെയർസിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷെയർസ് എത്രയാണ്, അതിൻ്റെ എമൗണ്ട് നമ്മളവിടെ റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്യൂഡ് ഷെയർസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ്ഡ് ഷെയർസ് എത്രയാണ്, ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ളത് എത്രയാണ്, പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ളത് എത്രയാണ്, ഓക്കെ, പാർ വാല്യൂ പെർ ഷെയർ, ഇങ്ങനെയുള്ള ആ ഈക്വിറ്റി ഷെയറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തന്നെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അതർ ഈക്വിറ്റിയാണ്. അതായത് ഈക്വിറ്റി ഷെയർസ് അല്ലാത്ത വേറെ ഈക്വിറ്റി നേച്ചറിലുള്ള ഐറ്റംസ് എന്തൊക്കെയുണ്ടോ അതിനെ നമ്മൾ അതർ ഈക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ മണി, പെൻഡിങ് അലോട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ റീവാലുവേഷൻ സർപ്ലസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതർ ഈക്വിറ്റിയുടെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഇനി ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ലയബിലിറ്റീസ് 2 ടൈപ്സ് ഉണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി ഉണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആഫ്റ്റർ 12 മന്ത്സിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാം എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലയബിലിറ്റീനെയാണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. വിത്തിൻ 1 ഇയറിനുള്ളിൽ 12 മന്ത്സിനുള്ളിൽ പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നോൺ കറണ്ട് ലയബിലിറ്റീസ് തന്നെ പിന്നെയും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തേതാണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി. ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻസ് വരുന്ന ലയബിലിറ്റീനെയാണ് നമ്മൾ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് തന്നെ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ബോറോയിങ്സ്. ഇപ്പോൾ ബാങ്ക്സിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ഒക്കെ ബോറോയിങ്സ് നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നത് ആ ഒരു ഐറ്റത്തിനെ നമ്മൾ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ബോറോയിങ്സിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ ബോൺസോ ഡിബെഞ്ചേഴ്സോ ആവാം, ടേം ലോൺസ് ആവാം, ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ ആവാം, അതർ പാർട്ടീസിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ ആയിരിക്കാം, ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം, ഡെഫേർഡ് പേയ്മെൻറ്റ് ലയബിലിറ്റീസ് ആവാം. ഓക്കെ, അടുത്തത് ട്രേഡ് പേയബിൾസ് ആണ്. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബിൽസ് പേയബിളിൻ്റെയും എമൗണ്ടിനെയാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറയുക. അപ്പോൾ ആഫ്റ്റർ 12 മന്ത്സിന് ശേഷം പേയബിൾ ആവുന്ന ട്രേഡ് പേയബിൾസ് എന്തൊക്കെയാണോ അതിനെയാണ് നോൺ കറണ്ട് ട്രേഡ് പേയബിൾസിൻ്റെ അണ്ടറിൽ നമ്മൾ കാണിക്കേണ്ടത്. ഇതിൽ പെടാത്ത എന്നാൽ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ആ ഒരു നേച്ചറിൽ വരുന്ന ഐറ്റത്തിന് അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഐറ്റം എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആണ്. നമ്മളിപ്പോൾ എന്തിനെങ്കിലും മേൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ്, അത് വേറെ എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോൺ കറണ്ട് പ്രൊവിഷൻസിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇനി അതുപോലെ അടുത്തത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടാക്സബിൾ ഇൻകവും റിപ്പോർട്ടഡ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് മൂലം എന്തെങ്കിലും ടാക്സ് ലയബിലിറ്റി ഫ്യൂച്ചറിൽ നമുക്ക് അറൈസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ടാക്സ് ലയബിലിറ്റി ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ ലോവർ ആയിട്ടുള്ള ടാക്സാണ് അടച്ചതെന്ന് വിചാരിക്കുക. ആക്ച്വൽ അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറവ് ടാക്സാണ് അടയ്ക്കേണ്ടതെങ്കിൽ ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ലയബിലിറ്റിനെയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്.
ഇനി അടുത്തത് അതർ നോൺ കറണ്ട് ലയബിലിറ്റി, അതായത് നോൺ കറണ്ട് ലയബിലിറ്റിയുടെ നേച്ചറിൽ വരുന്ന എന്നാൽ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഹെഡിലൊന്നും പെടാത്ത ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അതർ നോൺ കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് തന്നെ ആദ്യത്തേത് ഫിനാൻഷ്യൽ ലയബിലിറ്റിയാണ്. എന്തെങ്കിലും ഷോർട്ട് ടൈം നേച്ചറിലുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അതിനെയും നമ്മൾ നോൺ കറണ്ടിൽ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെയിം കാര്യങ്ങളാണ്, ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അതർ കറണ്ട് ലയബിലിറ്റിയാണ്. ഈ കറണ്ട് ലയബിലിറ്റീസിൽ പെടാത്ത എന്നാൽ കറണ്ട് ലയബിലിറ്റിയുടെ നേച്ചറിൽ വരുന്ന ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതർ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്രൊവിഷനാണ്. ഷോർട്ട് ടൈം നേച്ചറിലുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിലാണ് അത് കാണിക്കേണ്ടത്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കറണ്ട് ടാക്സ് ലയബിലിറ്റിയുടെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിന്മേൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശരിക്കും അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറവ് എമൗണ്ട് അടച്ചു എന്ന് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും? അതായത് നമുക്ക് ആക്ച്വലി പേ ചെയ്യേണ്ട എമൗണ്ടിനേക്കാൾ കുറവാണ് അടച്ചിട്ടുള്ളതെങ്കിൽ അതിനെയാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഈക്വിറ്റിയുടെയും ലയബിലിറ്റിയുടെയും എല്ലാ എമൗണ്ടുകളും കൂടി ടോട്ടൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റത്തിന്മേലും ഇപ്പോൾ അസറ്റ്സിൽ ഓരോ ഐറ്റംസ് തന്നിട്ടുണ്ട്, ലയബിലിറ്റിയിലും അങ്ങനെ എല്ലാത്തിലും ഓരോ ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റത്തിന്മേലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അസറ്റ്സിന്മേലാണെങ്കിൽ അതിൽ ഡിപ്രീസിയേഷൻ വരാം, ചിലപ്പോൾ നമ്മൾ കറണ്ട് ഇയറിൽ ചിലപ്പോൾ അത് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതിനോടൊപ്പം തന്നെ ചെയ്തിട്ട് ആ ഫൈനലായിട്ട് കിട്ടുന്ന ഫിഗറാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പം നോർമലായിട്ട് ഒരു ബിസിനസ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുക അതേ രീതി തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്. പിന്നെ അതുപോലെ തന്നെ ടേംസിൽ ചില ഡിഫറൻസസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പോലെ ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, ഇവിടെയും എന്താ പറയുക ലോങ് ടൈം ലയബിലിറ്റി, ഷോർട്ട് ടൈം ലയബിലിറ്റി ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പേരിൽ മാത്രം ചെറിയ ആ ടേംസിൽ മാത്രമാണ് ചേഞ്ചസ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റണം. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഓരോ ഐറ്റംസും ഏത് അസറ്റാണോ, അസറ്റിൽ തന്നെ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.